കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന പരാതി. വാണിമേൽ സ്വദേശി റിജിത്താണ് മരിച്ചത്. കിഡ്നി സ്റ്റോണിന് ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു റിജിത്ത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കിഡ്നി സ്റ്റോൺ ബാധിച്ച് റിജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്തിയത്. ഓഗസ്റ്റിൽ ആദ്യം സർജറിയും ഈ വർഷം ഏപ്രിൽ രണ്ടാമത്തെ സർജറിയും ചെയ്തിരുന്നു. ആദ്യ സർജറി ചെയ്തതിൽ വീഴ്ചയുണ്ടായി എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ശസ്ത്രക്രിയ ഇടതുവശത്തെ ചെയ്യുന്നതിന് പകരം വലതുവശത്ത് ചെയ്തു. തുടർന്ന് പഴുപ്പുണ്ടായി. പലതവണയായി ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് വന്നിരുന്നു. ഏപ്രിൽ മാസത്തിൽ രണ്ടാമത് വലതുവശത്ത് തന്നെ ശസ്ത്രക്രിയ ചെയ്തു. കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ശസ്ത്രക്രിയ ചെയ്തതെന്നാണ് ആരോപണം. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പോലീസിനും കുടുംബം പരാതി നൽകി. പരാതിയിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് യൂറോളജി വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് തേടി. ഏതായാലും സംസ്ഥാനത്ത് വീണ്ടും ഒരു ചികിത്സാ പിഴവിന്റെ വാർത്തയാണ് വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നാണ് എന്ന പരാതിയാണ് ഉയരുന്നത്. വാണിമേൽ സ്വദേശി റീജിത്താണ് മരിച്ചത്. കിഡ്നി സ്റ്റോണിന് ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു റീജിത്ത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കിഡ്നി സ്റ്റോൺ ബാധിച്ച് റീജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്തിയത്. ഓഗസ്റ്റിൽ ആദ്യ ശസ്ത്രക്രിയയും അതിനുശേഷം ഈ വർഷം ഏപ്രിൽ രണ്ടാമത്തെ സർജറിയും ചെയ്തിരുന്നു. ആദ്യ സർജറി ചെയ്തതിൽ വീഴ്ചയുണ്ടായി എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. ശസ്ത്രക്രിയ ഇടതുവശത്ത് ചെയ്യുന്നതിന് പകരം വലതുവശത്താണ് ചെയ്തത്. തുടർന്ന് പഴുപ്പുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പലതവണയായി ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ വന്നിരുന്നുവെന്നും ഏപ്രിൽ മാസത്തിൽ രണ്ടാമത് വലതുവശത്ത് തന്നെ ശസ്ത്രക്രിയ ചെയ്തുവെന്നും കുടുംബം പറയുന്നുണ്ട്. കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ഈ ശസ്ത്രക്രിയ ചെയ്തത് എന്ന ആരോപണവുമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് യൂറോളജി വിഭാഗം മേധാവിയുടെ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം നാലാംചിറ ഹസീന ബീവി കൊലപാതക കേസിലെ പ്രതി സുരേഷ് മരിച്ച നിലയിൽ. കൊലപാതകത്തിന് ശേഷം പ്രതി ഒളിവിലായിരുന്നു. തമിഴ്നാട് ചിദംബരത്ത് ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് സുരേഷിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്ത് നാലാംചിറയിൽ ഹസീന ബീവി കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം ഹസീന ബീവിയുടെ ഭർത്താവ് സുരേഷ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ കേസിലെ പ്രതിയായ ഹസീന ബീവിയുടെ ഭർത്താവായ സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കൊലപാതകത്തിന് ശേഷം പ്രതി ഒളിവിലായിരുന്നു. തമിഴ്നാട് ചിദംബരത്ത് ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് സുരേഷിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങൾ, ഈ ഹസീന ബീവി മരിച്ചത് ഈ കൊലപാതകമാണ് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കേസിലെ പ്രതിയായ സുരേഷിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന്, കൊലപാതകത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയ പ്രതി സുരേഷിനെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. തമിഴ്നാട് ചിദംബരത്ത് ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് സുരേഷിനെ കണ്ടെത്തിയത്.